ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നവർക്ക്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക്, എസ്പെഷ്യലി സിനിമയിലേക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ പോകുക. എങ്കിലും ഞാൻ നിങ്ങൾക്ക് കൂടി ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മേക്കപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ ക്ലയൻറ്റ്, പ്രത്യേകിച്ചും കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ള നിങ്ങളുടെ ബ്രൈഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലയൻറ്റ് ആയിക്കോട്ടെ, പെട്ടെന്ന് നിങ്ങൾ മേക്കപ്പ് ചെയ്താലും ആ ഓയിൽ കണ്ടൻറ്റ് വന്നിട്ട് ഒരുപക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്ലാഷ് അടിച്ചിട്ട് അത് ഗ്ലേസിങ് കണ്ടീഷനിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിന് ക്ലാരിറ്റി കിട്ടാറില്ല. ഒപ്പം നിങ്ങളൊരു റീടച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു പാച്ചി സ്റ്റൈലിലേക്കാകും. അങ്ങനെ ആവാതിരിക്കാനായിട്ട് നിങ്ങളുടെ മേക്കപ്പിന് യാതൊരു വിധത്തിലും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നിങ്ങളുടെ ക്ലയൻറ്റിനെ ആ ഓയില് കൺട്രോൾ ചെയ്യാൻ, അതായത് നിങ്ങൾക്കത് ഒപ്പിയെടുക്കാൻ കഴിയുന്ന പേപ്പറാണ്, പലർക്കും അറിയാവുന്നതാണ് ബ്ലോട്ടിംഗ് പേപ്പർ, അതല്ലെങ്കിൽ ഇതിന് ഓയിൽ കൺട്രോൾ പേപ്പർ എന്ന് പറയും. വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ, ഏകദേശം 175 MRP, 150 റുപ്പീസേ വരുള്ളൂ 50 ഷീറ്റിൻ്റെ ഈ ഒരൊറ്റ ബോക്സിന്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ക്ലയൻറ്റിന് ഇപ്പോൾ ടിഷ്യൂ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ചും നിങ്ങളുടെ ബ്രൈഡിനൊക്കെ കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, ടിഷ്യൂ കൊണ്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആ മേക്കപ്പ് പെട്ടെന്ന് ചിലപ്പോൾ പാച്ചിയായിട്ട് പോകാനും ഇത് ഇളകി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ ക്ലയൻറ്റിന് ഈ ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50ഓളം ടിഷ്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ആ മേക്കപ്പ് വളരെ ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങൾ ആ ടച്ചപ്പ് ചെയ്യുന്ന സമയത്തിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ആ ഓയിൽ ഒപ്പിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും അതിൻ്റെ മുകളിൽ ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്തിട്ടുള്ള ആ ഒരു ഫീൽ ഉണ്ടാവില്ല, വളരെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ.